കൊല്ലം വളരുകയാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് ഈ കാലയളവിൽ നടന്നത്. നിങ്ങളുടെ എം പി ഉൾപ്പെടെ വിചാരണ ചെയ്യാൻ ഇറങ്ങിയല്ലോ അല്ലേ? ആരെയാണ് വിചാരണ ചെയ്തത്? ഈ പറഞ്ഞ ഹഫീസേട്ടൻ പറഞ്ഞ 30 വർഷത്തിൽ ഞങ്ങളോടൊപ്പം 19.5 വർഷം ഇരുന്ന് ഭരണപങ്കാളിത്തം വഹിച്ച മൂർത്തി എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാനെയും ഡെപ്യൂട്ടി മേയറായ ഗോപിനാഥനെയും ഉൾപ്പെടെ RSPയുടെ ആളുകളെ കൂടിയാണ് വിചാരണ ചെയ്തത്. അഭിമാനബോധമുള്ള RSPക്കാർ UDF വോട്ട് ചെയ്യുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തെല്ലാമാണ് വികസന പ്രവർത്തനം? നിങ്ങളെല്ലാം അങ്ങ് എവിടുന്നെങ്കിലും വന്നിറങ്ങിയതാണോ? ഇപ്പോൾ ഇവിടെ ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറഞ്ഞു. കേന്ദ്രം 2.25 വർഷം തടഞ്ഞു വെച്ചതാണ്. മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് 60 കോടി രൂപ കൂടി ചെലവഴിച്ചുകൊണ്ടാണ് അത് പൂർത്തിയാവുന്നത്. ഇവിടെ കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ 33 കോടി രൂപയുടെ 12 MLD ദ്രവമാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് പൂർത്തിയായി. 75 വർഷമായി നമ്മൾ ഡംപ് ചെയ്തിരുന്ന കുരീപ്പിടയിലെ മാലിന്യ മല പൂന്തോട്ടമാക്കി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടിലാണോ ജീവിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ? എവിടെയാണ്? എന്തെല്ലാമാണ് ഇവിടെ? IT പാർക്ക് വരാൻ പോകുന്നു. IT പാർക്ക് ആണ്ടാമുഖത്ത് കോർപ്പറേഷൻ നിർമ്മിച്ച 50,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിലെ ഒരു ഫ്ലോർ. പിന്നെ കാര്യം പറഞ്ഞാൽ ജനം അറിയണ്ടേ? ഇവർ ഈ അസത്യം പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിൽ എത്തിക്കാനുള്ള പരിപാടിയാണത്. ഹഫീസേട്ടന് അറിയുമോ? ഈ കൊല്ലം കോർപ്പറേഷൻ 30 വർഷക്കാലത്തിനിടെ നിങ്ങളെ കരിമാലി സുകുമാരൻ ഈ കോൺഗ്രസ് എത്ര വർഷം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചു? ഒരു പദ്ധതി തനതായി തയ്യാറാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാം. ഇന്ത്യയിലെ 5 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ഒരു നഗരസഭയ്ക്ക് ആദ്യമായി ജനറത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊല്ലം കോർപ്പറേഷനെയാണ്. അതായത് വികസനത്തിൽ അതെ, വികസന കാഴ്ചപ്പാടോടുകൂടി നിശ്ചയദാർഢ്യത്തോടെ ഈ ഭരണം മുന്നോട്ട് പോവുകയാണ്. BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റിയാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് പിന്തുണയോടുകൂടി കൊല്ലത്തെ ഒരു മഹാനഗരമാക്കാനുള്ള ഇച്ഛാശക്തിയോടെ പ്രവർത്തനം നടത്തുന്നത്.